നമസ്കാരം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ഭയങ്കരമായ അടിപിടി, ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് വീണ്ടും നിർത്താൻ വേണ്ടി രണ്ടു കൂട്ടരും സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പശ്ചിമേഷ്യയിൽ വരുന്നു. ഏതാനും ദിവസം മുമ്പാണ് ദേ കരാർ ഒപ്പിടുന്നു, ദേ എല്ലാം തീർന്നു എന്നൊക്കെ നമ്മൾ വാർത്ത ചെയ്തത്. മണിക്കൂർ തികഞ്ഞില്ല, ട്രംപിന്റെ സ്വഭാവം കാണിച്ചു. വീണ്ടും അടിയായി പിടിയായി, അക്രമമായി. പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളും അമേരിക്കൻ സ്പേസൊക്കെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പം എന്താ വീണ്ടും വെടിനിർത്തൽ എന്ന് പറയുന്നു. പരസ്പരം ഇനി ആക്രമിക്കില്ല എന്നും കപ്പലുകൾക്ക് പോകാൻ വഴി തുറന്നു കൊടുക്കാമെന്നും ഒക്കെ അവർ ധാരണയിലെത്തിയതായിട്ട് അമേരിക്കൻ ഭരണകൂടത്തെ ഉദ്ധരിച്ചിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കൻ ഭരണകൂടത്തെ ഉദ്ധരിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് എത്രത്തോളം അത് സത്യമുണ്ടെന്ന് അറിയാൻ വയ്യ. ഇതിന്റെ ഭാഗമായിട്ട് എന്തായാലും സമാധാനം കൊണ്ടുവരാനുള്ള അടുത്തപ്പെട്ട ചർച്ചകൾ ചൊവ്വാഴ്ച ഖത്തറിലെ ദോഹയിൽ വെച്ച് വീണ്ടും തുടങ്ങും എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴും തൻ്റെ കയ്യിലിരിപ്പ് മാറ്റാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല. അദ്ദേഹം ചർച്ച തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പോലും ഇറാന് നേരെ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുക. സമാധാന കരാർ ലംഘിച്ചാൽ ഇറാനെ സൈനികമായി തകർക്കും, പിന്നെ ഇറാൻ എന്നൊരു രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് വിചാരിക്കുന്നത് ട്രംപിന്റെ ഭീഷണി കേട്ടിട്ട് ഇറാൻ അങ്ങ് വഴങ്ങുമെന്നാണ്. അങ്ങനെ വഴങ്ങുന്ന രാജ്യങ്ങളുണ്ടാകാം, പക്ഷെ ഇറാൻ അങ്ങനെ വഴങ്ങില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും ഇത്രയൊക്കെ അവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രംപ് മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ മട്ടൻ ഗുണാപ്പനാണ്, അതല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്നതാണ്. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും മറുഭാഗത്ത് കടുത്ത യുദ്ധക്കൊതി, ചതി ഇതൊക്കെ കാണിക്കുന്ന അമേരിക്കയുടെ ഒരു സ്ഥിര നയം എന്ന് മാത്രം ഇതിനെക്കുറിച്ച് കരുതാൻ വയ്യ. ഹോർമൂസിൽ വെച്ച് ഒരു അമേരിക്കൻ കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് വീണ്ടും തുടക്കം. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക ഒട്ടും സമയം കളയാതെ ഇറാന്റെ 10ഓളം സൈനിക താവളങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തി. അവരുടെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൗകര്യങ്ങളൊക്കെ അമേരിക്ക ആക്രമിച്ചു. തകർത്ത് തരിപ്പണമാക്കിയെന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലത്തു നിന്നൊക്കെ വീണ്ടും ഡ്രോണുകളും മിസൈലുകളും എല്ലാം പൊങ്ങി അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങളെ നിലംപരിശാക്കുന്ന വാർത്തയാണ് പിന്നെ കാണുന്നത്. ഇറാന്റെ ഭൂപ്രദേശത്ത് വരുത്തിയിട്ടുള്ള തകർച്ച, ആ തകർച്ചയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അവർ തീരുമാനിച്ചതുകൊണ്ടാണ് ഒട്ടും സമയം കളയാതെ കുവൈറ്റില്, ബഹ്റൈനില് ഒക്കെയുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ, ആ ക്യാമ്പുകളൊക്കെ വീണ്ടും തകർത്ത് തരിപ്പണമാക്കിയത്. ഇറാൻ തങ്ങളുടെ മാരകമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട് തകർത്ത് കളഞ്ഞത്. ഏതായാലും ആ തകർച്ച തുടങ്ങിയപ്പോൾ വീണ്ടും പണി പാളുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത വെടിനിർത്തലിലേക്ക് എത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെടിനിർത്തും, എന്നിട്ട് ആയുധങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കും, കൊണ്ടുവന്നിട്ട് വീണ്ടും പൊടി പൊട്ടിക്കും. എന്താണ് ഉദ്ദേശം നമുക്കറിയാലോ. അത് കിട്ടാൻ പോകുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത് വിട്ടുകൊടുക്കാനും പോകുന്നില്ല. ഇവിടെ കുറച്ച് യുറേനിയം ഉണ്ട്, അത് ട്രംപിന് കിട്ടണം. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് കിട്ടണം. എന്നാലേ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിടാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇറാന്റെ എണ്ണയിന്മേലുള്ള ഒരു സ്വാധീനം അമേരിക്ക പറയുന്ന പോലെ കച്ചവടം ചെയ്യണം. ഇപ്പൊ പറഞ്ഞല്ലോ, ഇറാന്റെ സമ്പത്ത്, അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ സമ്പത്ത് അത് വിട്ടുകൊടുക്കാം. പക്ഷെ അത് എങ്ങനെ ചെലവഴിക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കും. അമേരിക്കയിൽ നിന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറെ ഉൽപ്പന്നങ്ങളുണ്ട്, അതൊക്കെ വാങ്ങി ഇറാന്റെ മണ്ണിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടോണം. ആ പൈസയ്ക്ക്, എല്ലാ പൈസയ്ക്കും പോയി പണി നോക്കാൻ ഇറാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഈ പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാം ഫ്ലീറ്റ് നാവികസേന ആസ്ഥാനത്തിന് നേരെ ഇറാൻ വൻ പ്രത്യാക്രമണം നടത്തിയത്. ഇറാന്റെ മിസൈലുകൾ വന്ന് പതിച്ചതോടെ അമേരിക്കൻ ക്യാമ്പുകൾ ശരിക്കും ഞെട്ടിവറച്ചിട്ട് പോയി. ബഹ്റൈനിലെ ഒരു ജനവാസ കെട്ടിടത്തിന് മുകളിലാണ് ഒരു മിസൈൽ വന്ന് പതിച്ചത്. അതിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി, ഒരുപാട് നാശനഷ്ടമുണ്ടായി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇത്രയൊക്കെ ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിട്ടും അമേരിക്കയുടെ, അതായത് ട്രംപിന്റെ സൈനികർക്കാർക്കും ജീവാപായം ഉണ്ടായിട്ടില്ല, ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നാണ് അമേരിക്ക പുറത്തുവിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് തൊട്ടാൽ അങ്ങോട്ട് കൊടുക്കും. ഇങ്ങോട്ട് തൊട്ട് കഴിഞ്ഞപ്പോൾ അതിനുള്ള തിരിച്ചടി കാര്യമായിട്ട് തന്നെ കൊടുത്തു. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മനസ്സിലായി. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി. ഇങ്ങനെ 2 വർഷവും കടുത്ത ആക്രമണം നടത്തി പശ്ചിമേഷ്യ ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിൽ എത്തിച്ച ശേഷമാണ് ഇപ്പോൾ വീണ്ടും താൽക്കാലികമായി ഇരു രാജ്യങ്ങളും പിന്മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ കടുത്ത യുദ്ധ പ്രസ്താവനകൾ കാരണം ഈ സമാധാനം എത്ര നാൾ നിലനിൽക്കും എന്ന കാര്യത്തിലാണ് വലിയ ആശങ്ക. ഈ യുദ്ധ മേഖല അവിടെ സമാധാനമാകാതെ ലോകത്തിന് സമാധാനമില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം ഹോർമുസിലൂടെ ഒഴുകുന്ന എണ്ണ, ഇപ്പൊ നമ്മുടെ തന്നെ 90% എണ്ണയും അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് പോലും വലിയ പ്രതിസന്ധി, നമുക്ക് മാത്രമല്ല മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും, അമേരിക്കയ്ക്ക് പോലും ആ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഇറാനുമായിട്ടുള്ള യുദ്ധമാണ് കാരണം. അതിന് അമേരിക്ക വിചാരിക്കണം, ഇനിയിപ്പോൾ എത്ര ദിവസമാണ് ഈ വെടിനിർത്തലെന്നോ അതിനുശേഷം ഏതൊക്കെ വിധത്തിലാണ് ഇപ്പോൾ അടുത്ത പൊട്ടിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം.
different angles. Don't forget to subscribe and support this channel.